നമ്മുടെ ഈ കേരളത്തിൻ്റെ കാലാവസ്ഥ ഒരത്ഭുതം തന്നെയല്ലേ. ലോകത്ത് പലയിടത്തും ഉണ്ടാവുമായിരിക്കും. ഇന്നിപ്പം മഴ മാറിയിട്ട് കുറച്ച് ദിവസങ്ങൾ ആയിട്ടും തുടരെയുള്ള മഴയായിരുന്നല്ലോ. ഒന്ന് വെയിൽ തെളിഞ്ഞപ്പോൾ ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ കഴിഞ്ഞ മഴയ്ക്ക് മുമ്പ് പ്രൂൺ ചെയ്ത് വെച്ച നമ്മുടെ ചെടികളൊക്കെ ഉണ്ടല്ലോ, അതിനുശേഷം സത്യം പറഞ്ഞാൽ ആ മഴ തുടങ്ങി പിന്നെ ഞാൻ തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം. അതൊന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എന്താ ഈ പുല്ല് വീണ്ടും മുളച്ചോ, പ്രൂം ചെയ്തതൊക്കെ എന്താ മുള വന്നിട്ടുണ്ടോ, എന്തായി എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ, കരിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഇറങ്ങി കുറച്ച് പുല്ലുണ്ടായിരുന്നൊക്കെ പറിച്ച് കളഞ്ഞു. അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ചെടിക്ക് കണ്ടില്ല. ഈ സൈഡിൽ കാണുന്ന മരമില്ലേ, അത് രുദ്രാക്ഷമാണ് കേട്ടോ. ഇതിൽ മഴ തുടങ്ങിയ സമയത്ത് നിറയെ പുഴു ഉണ്ടായിരുന്നു. അത് ചൊറിയുന്ന പുഴുവില്ലേ, ആ പുഴു ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു ഞാൻ കുറച്ച് നേരം. ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഈ ഈ ഇതിലുള്ളത് അമ്പലാണ്, അതിൻ്റെ ഉള്ളിലൊരു ചെറിയ ഇല കണ്ടു. ഇത് മല്ലിയിലയാണെന്നാണ് പറയപ്പെടുന്നത്. മല്ലിയുടെ അതേ മണമാണ് അതിന്. പലയിടത്തും പല പേരാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇവിടെ ഇതിന് മല്ലി എന്ന് തന്നെ പറയുന്നു. ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഈ പറമ്പ് ആളെ നിർത്തി ശരിയാക്കുന്ന കാര്യം. അത് ശരിയാക്കിയതാണ്. ഇത് മുള്ളാത്തയാണ്, നല്ല ടേസ്റ്റാണ്. കറി വെച്ച വറുത്തരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഈ പ്രമേഹ രോഗികൾക്കൊക്കെ നല്ലതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ ഇങ്ങോട്ട് വന്നത് കുറച്ച് കാന്താരി മുളക് പറിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കാട് പിടിച്ച് കിടന്നപ്പോൾ ഇങ്ങോട്ട് കയറാനേ പറ്റുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം അച്ഛനും ഏട്ടനൊക്കെ പറഞ്ഞു അതിൽ നിറയെ കാന്താരി ഉണ്ടായിട്ടുണ്ട് എന്ന്. അപ്പോൾ അതിൽ മൂത്തത് നോക്കി പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അങ്ങനെ കുറച്ച് ആവശ്യമുള്ള മൂത്തതും പഴുത്തതും ഒക്കെ പറിച്ചെടുത്ത് നമ്മൾ തിരിച്ച് പോരുമായിരുന്നു ഞാൻ. അപ്പോൾ തിരിച്ച് പോന്നു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ മുറ്റത്ത് പിള്ളേരുടെ ടോയ്സ്, അതായത് അവരുടെ ഓടിക്കുന്ന വണ്ടികളൊക്കെയാണ്. 3 പേരുള്ളതുകൊണ്ട് 3 വണ്ടി മസ്റ്റാണ്. ഒരു സാധനം പോരാ നമ്മുടെ വീട്ടിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു. അത് എടുത്തു വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാളുടെ പരാതിയായിരുന്നു. അവൾക്ക് മുറിച്ച് വെച്ച മാമ്പഴത്തിൽ നിന്ന് 2-3 കഷ്ണം ഞാൻ അറിയാതെ ഒന്ന് കഴിച്ചു. അറിയാതെയല്ല, കണ്ടപ്പോൾ ഒരു ഇഷ്ടം കൊണ്ട് കഴിച്ചു. അപ്പോൾ പുള്ളിക്കാരിക്ക് പരാതി, പുള്ളിക്കാരിയുടെ മാമ്പഴം എടുത്തു പുതിയത് ചെത്തി കൊടുക്കണം. അങ്ങനെ അവൾക്കുള്ള മാമ്പഴം ചെത്തുന്നതാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവൾ വന്ന് നിന്ന് ഓരോരോത്ത് പറയുന്നു, എൻ്റെ ഫോട്ടോ എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒന്നും ചിരിച്ചു കൊടുക്കുന്നു എന്ന് മാത്രം. അങ്ങനെ അവൾക്കുള്ള മാമ്പഴം ചെത്തി വെച്ചു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബാക്കി ഇനി കുറച്ച് നേരം പോയി ബുക്കൊക്കെ വായിച്ചിരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പം അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് വീഡിയോ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. പിന്നെ ആരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനൊക്കെ മറക്കല്ലേ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം